പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കാണിക്കുന്ന വീഡിയോ വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. ഒരു പാചകത്തിൻ്റെ ഒരു വീഡിയോ. അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ചീരത്തോരനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ചീരത്തോരൻ വീട്ടിലൊക്കെ നമുക്ക് ആരോഗ്യപ്രദാനം ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ്. നമുക്ക് വേണ്ടത് ഇവിടെ പാലക്ക് ചീര കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വേണ്ടത് പാലക്ക് ചീരയും ഒരു പിടി ചീരയും, അതുപോലെ തന്നെ അതിന് വേണ്ട 3 പച്ചമുളക്, 2 ചെറിയുള്ളി, ഒരു ചെറിയ സവോള, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഒരു അരമുറി തേങ്ങയും. ആദ്യം തന്നെ നമ്മൾ സവോള ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കുന്നു. അതിനുശേഷം ചെറിയുള്ളിയും തേങ്ങയും നമ്മൾ ചിരണ്ടിയെടുത്ത തേങ്ങയും ചെറിയുള്ളിയും, അതുപോലെ തന്നെ ഈ 3 പച്ചമുളകും അല്പം മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും ചേർത്ത് മിക്സിയിലൊന്ന് ഒതുക്കി വെക്കുന്നു. അങ്ങനെ ഒന്ന് ഒതുക്കി വെച്ച് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമ്മളൊരു ചെറിയ ചട്ടി എടുക്കുന്നു. ചട്ടി എടുത്ത് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുന്നു. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ സവോളയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നു. അത് നന്നായിട്ടൊന്ന് ഇളക്കി ആ സവോള ഒന്ന് നന്നായിട്ട് വഴറ്റി അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് ഒരു ചെറിയ ഗോൾഡൻ കളർ പോലെ വരുമ്പോൾ നമ്മളതിലേക്ക് നേരത്തെ നമ്മൾ ഒതുക്കി മാറ്റി വെച്ചിരുന്ന ആ തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഉള്ള ആ മിക്സിതം നമ്മളിതിലേക്ക് ഇടുന്നു. അപ്പോൾ അതും ഈ കടുകിൻ്റെയും എണ്ണയുടെയൊക്കെ കൂടെ ഒന്ന് ശരിക്കും ഒന്ന് നമ്മൾ ഇളക്കിയാണ്. ഇളക്കി നന്നായിട്ടൊന്ന് ചൂടാവണം. ചൂടായ അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരും. നമ്മൾ ഇടയ്ക്കൊന്ന് ഉപ്പൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. ഉപ്പ് കറക്റ്റാണോ? തേങ്ങ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഉപ്പ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് അല്പം കൂടി ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചീര നമ്മൾ ഈ നന്നായിട്ട് ചൂടായിരിക്കുന്ന ഈ തേങ്ങയിലേക്ക് ചീര ഇടുന്നു. ചീര ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ ചീരയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാവും. അങ്ങനെ നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമ്മളൊന്നിങ്ങനെ അത് പൊത്തി വെക്കും. അടയ്ക്കുന്നില്ല കേട്ടോ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടയ്ക്കാതെ ഇങ്ങനെ വെക്കും. അതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചീരയിലുള്ള വെള്ളം ഇറങ്ങിക്കോളും. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡിയായി.